ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ജൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പപ്പായ അച്ചാറാണ് കേട്ടോ. അതായത് അധികം പഴുത്തിട്ടും ഇല്ലാത്ത എന്നാൽ ഒരു ചെനച്ച പരുവത്തിലുള്ള പപ്പായ, അതായത് ഒരു മധുരത്തോടു കൂടിയുള്ള പപ്പായ നമുക്ക് അച്ചാറിടാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മുളക് പൊടി. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കായപ്പൊടി ഇല്ല, അപ്പോൾ കായ നമ്മൾ പൊടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേറെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചേറെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം കേട്ടോ. ഉപ്പും നമ്മൾ എടുത്തിട്ടുണ്ടേ. അപ്പം നമ്മൾ ഇന്ന് പുറത്ത് വിറകടുപ്പിലാണ് നമ്മൾ അച്ചാർ റെഡിയാക്കാൻ പോണത്. അപ്പം നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓയിലൊന്ന് ചൂടായി വരട്ടെ നല്ലതുപോലെ. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കേട്ടോ. അങ്ങനെ കടുകിട്ടതിന് ശേഷം കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അത് രണ്ടും നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അങ്ങനെ പച്ചമുളകും ഇട്ടു. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് രണ്ടും ഒന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ വാടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ കുറച്ചേറെ മുളക് പൊടി ഇടുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവേ. ഇനി അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കായത്തിൻ്റെ പൊടിയില്ല, കായക്കട്ടയാണ്. അപ്പോൾ അത് പൊടിച്ചതാണ് ഇപ്പോൾ അതിലിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ലതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ പപ്പായ വേവണമല്ലോ, വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ അടുപ്പിൽ നല്ലതുപോലെ തീ കത്തുന്നുണ്ട്. അപ്പം വെള്ളം പെട്ടെന്ന്, നമ്മുടെ അരപ്പ് പെട്ടെന്ന് തന്നെ തിളയ്ക്കും കേട്ടോ. അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പപ്പായ ഇല്ലേ, അച്ചേനച്ച പപ്പായ, മധുരത്തോടു കൂടിയുള്ള പപ്പായ നമ്മൾ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മളത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ പപ്പായ പകുതിയോളം കുക്കായി വന്നിട്ടുണ്ട്. അരപ്പൊക്കെ കുറച്ചും കൂടെ നമുക്ക് വറ്റി കിട്ടണം. ഇനി നമുക്ക് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ വറ്റി, പപ്പായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് വിനാഗിരിയാണ് കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിക്കാം. വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പപ്പായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നാൽ ഒരു ചെറിയ മധുരവും ഉണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് എരിവും ഉപ്പും ആ വിനാഗിരിയുടെ ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ. ടാറ്റാ.